കിട്ടിയതിനെ എന്താ? ഹലോ ഗൈസ്, ഒരു മൈനെ കുഞ്ഞോണാണോ ക്യാമറ? അതിനെ പിടിക്കാൻ പോവാ. കിട്ടിയ ഭാഗ്യം. അതിനെ പിടിക്കുന്നൊക്കെ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് പോലീസുകാരെ തന്നെ പിടിച്ചിട്ട് പോവോ? അത് കിട്ടത്തില്ലല്ലോ. കിട്ടത്തില്ല. ഇച്ചിരി ചോറ് ഞെടുത്തേ. ചോറ് ഞെടുത്തേ. അവിടെ അല്ലേ വേറെ ഇച്ചിരി ചോറ് ഞെടുത്തേ. ചോറ് വിടങ്ങില്ല. മൈനയെ പിടിക്കാൻ പറ. മൈനയെ പിടിച്ച് തോറ്റ് തന്നാൻ പാടിയുടെ ദോശ ഇടുന്നു. മൈനയെ കിട്ടിയില്ല. മൈന നല്ല ട്രെയിൻഡ് മൈനയായിരുന്നു. എൻ്റെ കൂടെ അതിൻ്റെ ഡാഡിയും മമ്മിയും ഉണ്ടായിരുന്നു. അതിൻ്റെ ഡാഡിയും മമ്മി അതിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അതുകൊണ്ട് അത് ഈ വീട്ടിൽ ടച്ച് ചെയ്യാതെ അപ്പുറത്തെ വീട്ടിലെ മാവിൻ്റെ മണ്ടയ്ക്കൂടെ അതിൻ്റെ അപ്പുറത്ത് വീട്ടിലോട്ട് വളർന്നു പോയി. ഇനിയും മൈനയെ കിട്ടത്തില്ല. ദോശ ഉണ്ടാക്കും. അതിനെ കാണാൻ ഇപ്പം കാടൻ്റെ കൂട്ടായിരിക്കുന്നത്. രണ്ട് ദോശ മതിയാവും. ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യത്ത് പോയിട്ട് പുളി പിച്ചാൻ പോവാണ്. നമ്മുടെ തോട്ടുപുളി ഇല്ലേ, അതിൻ്റെ പൊളി. അപ്പോൾ അത് പിച്ചിട്ട് നമുക്ക് ഉണക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പുളി പിച്ചാൻ അയ്യത്തോട്ടു. ഈ ചെരുപ്പ് ഞാൻ 100 രൂപയ്ക്ക്, മഴ പെയ്യുന്നടേ, മഴ പെയ്യുന്നു. ഈ ചെരുപ്പ് ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. അല്ലേ, നല്ല ക്വാളിറ്റി ഉണ്ട്. നടക്കുമ്പോൾ നല്ല സുഖം, നല്ല പഞ്ഞിയിൽ നടക്കുന്ന പോലെ തോന്നും. വെയിലും ഉണ്ട്, മഴയും ഉണ്ട്. നല്ല അന്തരീക്ഷമില്ല. ഇതിലും മഴ ചാറുന്നുണ്ട്. എൻ്റെ കയ്യിലെല്ലാം മരത്തിട്ടൊക്കെ. ഇതൊക്കെ പുളിയിൽ ഇഷ്ടമാണോ? എനിക്കിഷ്ടമായിരുന്നു. ഒത്തിരി അല്ല, ഇച്ചിരി. പക്ഷെ അതിനകത്ത് ഒരു മഞ്ഞക്കറിയുണ്ട്. അത് പല്ലിനകത്ത് വന്നു കഴിഞ്ഞാൽ പല്ല് മഞ്ഞ കളറാകും. പിന്നെ പോത്തില്ല. ഒന്നാമതേ വലിയ വന്യച്ചിരിക്കാം. നല്ല രസം കഴിക്കാനേ. ആ, ഇവിടെ നിറച്ചിരിക്കുന്നല്ലോ. ഇവിടെ വെണ്ടയ്ക്കൊക്കെ വലുതായല്ലോ. ഞാൻ ഒത്തിരി ദിവസമായി വന്നിട്ട് ഇട്ടിട്ട്. വെണ്ടയ്ക്കൊക്കെ ഇത്രയും പൊക്കം വരുമോ? എൻ്റെ അത്രയും പൊക്കം. എന്നെക്കാടി പൊക്കം. മഴയാണല്ലോ ഇവിടെ. ആയി വഴുതനങ്ങ. കപ്പലണ്ടി ഉണ്ടായിരുന്നു. നമുക്ക് മറ്റേ മസാല ബൈഗൺ ഉണ്ടാക്കായിരുന്നു. മസാല ബൈഗണേ,
ഉണ്ടാക്കായിരുന്നു. അത് ഇന്നാളെ ഈ വീട്ടിൽ ഒരു ദിവസം വന്നപ്പം ബിരിയാണിയുടെ ഉടങ്ങാണ്ട് ഉണ്ടാക്കില്ലായിരുന്നു അമ്മ. മഴയായിപ്പോയി ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ എന്തൊരു കാര്യത്തിൽ ഇറങ്ങിയാലും അപശകുനങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. കൊള്ളാമല്ലോ, ഒട്ടും നനയുന്നില്ല ചാക്ക് ഇട്ടിട്ട്. എന്തിനാ കൊടയൊക്കെ ആൾക്കാർ ചാക്ക് വെച്ച് പോരെ. നെല്ലിക്ക ഗൈസ്, ഇത് മാമൻ്റെ വീടാണ്. അവിടുത്തെ നെല്ലിമരം പൂത്തുലഞ്ഞു, നെല്ലിക്ക പിടിച്ചു നിൽക്കുന്നു. വഴുതനങ്ങയ്ക്ക് എന്തോ പറയുന്നേ? ആ കൊള്ളാം, ആനക്കൊമ്പോലുണ്ട്. ആനക്കൊമ്പൻ വഴുതനങ്ങ. ഇയാളിട്ട പേരാണോ? നെല്ലിക്ക ഞാൻ കണ്ട്. ഇവിടെ ആരും ഇല്ലേ? കാന്താരി മുളക്. പോരുന്നില്ല, പാമ്പ് കാണും. ഇവിടെ അണലിയുണ്ട്. ആര് പറഞ്ഞ അണലി ഇല്ലെന്ന്? ഇയാൾ തന്നെയല്ലേ ഓടിച്ചിട്ടത് 2 വട്ടം. ചേരയില്ല, അണലി. അതുകൊണ്ടായിരിക്കും ഇവിടെ എല്ലാ വീടുകളിലും അണലി കയറുന്നു. ഈ വർഷം തുടങ്ങാൻ എന്തോ ഇത് സീസണാണോ? തോന്നു വന്നിട്ട് എന്നാ കഴിഞ്ഞ പോലെ ഞങ്ങളുടെ വീട്ടിൽ കയറിയാണല്ലേ. ആനക്കൊമ്പന അണലി അവരുടെ വീട്ടിൽ വന്ന് എന്നിട്ടാ. ഇയാളെല്ലാം പറഞ്ഞ ആനക്കൊമ്പൻ വഴുതനങ്ങയാണ്. ഞങ്ങൾ ആനക്കൊമ്പൻ അണലി എന്ന് പറയും. എന്തൊരു മുട്ട അണലിയായിരുന്നു, നല്ല തടിയൻ അണലി. 6 വയസ്സുള്ള പെണ്ണ് അണലി. പുളി, കൊടംപുളി. ഇത് പച്ചയാന്നല്ലോ നിക്കുന്നേ. ഇടയ്ക്കൊക്കെ ഉള്ളു വരുത്തത്. ഇയാൾ ഉദ്ദേശിക്കുന്നവർ പറിക്കാൻ പറ്റുമോ? കൂടുതലും പച്ചയാ നിക്കുന്നെ. ഓരോന്നോരോന്ന് വിച്ചണം. ചാക്കെടുത്തോടെ നനയുന്നില്ല. എനിക്കിപ്പോ ഇതൊരു വീടായി. എനിക്കിപ്പോ ഇതൊരു ഹോമാ. എനിക്കറിഞ്ഞൂടാ കയറാൻ. ഞാൻ മരത്തിലൊക്കെ കയറും. ഇതെനിക്കൊരു മരമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇത് തെങ്ങ്. അതെനിക്കറിഞ്ഞൂടാ ഗൈസ്. അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ധാരണയില്ല ഗൈസ്. ആ കയറി പോകുന്ന സാധനമാണ് മങ്കി. സൂക്ഷിക്കണേ. പുളി കാണാൻ തുടങ്ങുന്നതിൻ്റെ അല്ല, വശമില്ലാതെ വീണാ തീർന്ന്. അല്ല ഇനി ഇറങ്ങിയാള് തോട്ടി വെച്ചെല്ലാം പിച്ച. വേണ്ട ഇട്ടോ. ഇട്. അല്ലെങ്കിലും ഞാൻ ഭയങ്കര ഫോട്ടോഗ്രാഫി ഉള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് കിട്ടിയില്ല. കേട്ടോ. ഇയാൾ ഇടുന്ന ഒരിടത്ത് ഞാൻ എടുക്കുന്ന വേറൊരിടത്ത്. പോടോ. ഒത്തിരി മേളോട്ട് പോണ്ടാടോ. വേണ്ട, താഴെ എങ്ങനെ വീണ് ഞാൻ കൈയും കാലും ഒടിയും. പുളിയായാലും എന്തായാലും. ഇതാണ് തോട്ടുപുളി. ഇതുകൊണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. പക്ഷെ എല്ലാം ഒന്നും എനിക്കറിയത്തില്ല.
ഇത് വെച്ച് മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വെയിറ്റ് കുറയാൻ നല്ല ഇത് വെച്ച് നമുക്ക് വെയിറ്റ് കുറയുന്ന എന്തെങ്കിലും ചെയ്താലോടോ. ഇത് തിന്നാൽ വെയിറ്റ് കുറയും, തടി കുറയും. കൊടംപുളി പക്ഷെ നല്ല രസം ഇത് കഴിക്കാൻ. ചുമ മാറുന്നില്ല. ഇത് വേണ്ട നല്ലൊരു പുളി. ഈ സംഭവം നമുക്ക് കഴിക്കാം. ഇതിൽ കുരുവിനകത്ത് ഒരു മഞ്ഞ സംഭവം ഉണ്ട്. ഒരു പല്ലിലായി കഴിഞ്ഞാൽ ഭയങ്കര കറവിന് പോത്തില്ല. പോരായോ? ഒത്തിരി മുകളിൽ ഇനി കയറാനില്ലല്ലോ. ഇനി എങ്ങോട്ടാ കയറുന്നേ? പഴുത്ത വീഴുന്നെല്ലാം. ഇപ്പോഴും വീണെല്ലാം പഴുത്ത. ഇയാൾ കുരങ്ങായിരുന്നോ കഴിഞ്ഞ ജന്മത്തിൽ? അല്ല, ഈ ജന്മത്തിലും അങ്ങനെയൊക്കെ തന്നെ ഏകദേശം. ഓ, പ്രസാദം തരുന്നവരല്ലേ ഇടുന്നേ. ഓ, പൂവൊക്കെ എടുത്തെറിയുന്ന പോലെ. ഓ, കൈവേദന എടുക്കുന്നോ? ആദ്യം എന്നാ ഇറങ്ങ്. ആ, ഏതാ?
വിജയകരമായിട്ട് പൂർത്തിയാക്കി. സക്സസ്. തോട് കളയുന്ന എന്തിനാണോ കഴുതേ? ഇതവിടെ കിടക്കുന്നുണ്ടോ പൊട്ട? ചവിട്ടി പൊളുതല്ലേ? വേറെ നിന്ന് കാണിച്ചേ ആൾക്കാർ ഇവിടെ ഫോളോവർ കൊതി വരട്ടെ, കിട്ടാൻ വയറിളകും. മണ്ണാക്കാതെ അവിടെ ഇട്ട മണ്ണാകത്തില്ല. പുളിയും മുളയോടെ ചേർന്ന ടേസ്റ്റാണ്. ഞങ്ങൾക്കിഷ്ടമാണോ? എല്ലാം കിടപ്പുണ്ട്. എന്നാലും ഇങ്ങോട്ട് എന്ത് അങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കും. നാണമാണ്. ഇതിന് വലിയ മധുരമില്ലായിരുന്നു, പുളിയായിരുന്നു. ട്രൈ ആയിരിക്കാം. ഇനി അത് കയറുന്നോ മരത്തില്? ഇതെവിടെ എല്ലാം കിടക്കുന്നു. നീ വീട്ടിൽ പോയിട്ട് പൊട്ടിക്കുന്നൊക്കെയാണ്. ഇതെന്തിനാ ഇത്? അതെനിക്ക് മനസ്സിലായി. മേളിൽ കയറാൻ പോന്നു ഇനിയും. ഓക്കെ, പിന്നീട് മനമേ തീപ്പടി കോലെ നിങ്ങൾ വള്ളി പോയി പറഞ്ഞാൽ മതി. എനിക്ക് പഠിക്കാണ്ട കൂടുതൽ. ഞങ്ങൾ കുരങ്ങൊന്നുമല്ല. കുരങ്ങന്മാർക്കൊക്കെ ഇതൊക്കെ എളുപ്പം ചാടി ചാടി കയറും. ഇത് കുരങ്ങന്മാരില്ലേ? പിന്നെ കുരങ്ങന്മാരാ മരത്തിൽ കയറിയിരുന്നത്. മരത്തിൽ കയറി ഫ്രൂട്ട്സ് പറിക്കുന്നവർ കുരങ്ങന്മാർ, മങ്കീസ്. നിങ്ങൾക്കൊക്കെ അത് ടാലൻറ്റ് ദൈവം തന്നിട്ടുണ്ട്, ഞങ്ങളെപ്പോലുള്ള മനുഷ്യർക്ക് തന്നിട്ടില്ല. കട്ടെറുമ്പിന് കല്യാണം. അതിനകത്ത് പിടിച്ചില്ലയോ?
ഹൗസ് പോലെ ഉണ്ട്. ഇതിനാണോ വേണമെങ്കിൽ ചക്ക വേരിയിലും കഴിക്കുമെന്ന് പറയുന്നത്? പഴുത്തോ? കളർ മാറിയിരിക്കുന്നു. ഇയാള് കറക്കുമ്പോ ഇയാള് പറയണ്ട എൻ്റെ അടുത്ത്. പുളി എല്ലായിടത്തുനിന്ന് വയറ് കത്തുന്നു. എന്താ അങ്ങനെ എടുത്ത് മാറ്റും? കൈ കൊണ്ട് മാറ്റും. അത്ര നേരം നിന്ന് പറക്കും? 1 മിനിറ്റ്. 1 മിനിറ്റ് നോക്കട്ടെ. 1 മിനിറ്റ് കൊണ്ട് ഇവിടെ പറക്കുമെന്ന്. 1:26 വരെ നോക്കാം. ഷടേന്ന് പറക്കാൻ ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യണോ? എൻ്റെ കുഞ്ഞിക്കൈ ഹെൽപ്പ് ചെയ്യണോ? ഇയാളെ മരം കയറാൻ പഠിപ്പിച്ചേ? അതോ ജന്മസിദ്ധ കഴിവാണോ? അതാ വെച്ചത്. ഇത് അണ്ണാൻ്റെ ഫാമിലി വരുമോ കുരങ്ങിൻ്റെ ഫാമിലി വരുമോ? കുരങ്ങണ്ണാനോ? മരം കയറാനോ? അവര് കുരങ്ങന്മാരായിരുന്നു. അവര് കുരങ്ങന്മാരായിരുന്നു മരം കയറാൻ. അച്ഛനിവിടെ എങ്ങനെ കാണും? ഓടോ. ഇയാളുടെ വിട്ട് രണ്ടാലോടെ വലിഞ്ഞ് കയറുന്നായിരുന്നു. എത്രടി കാണും ഈ മരത്തിന്റെ പൊക്കം? വീഡിയോ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും. നേരെ കയറുമ്പോൾ നിങ്ങളൊക്കെ പൊച്ചു തോട്ടാബി. ഇയാളെന്താ പുളി തിന്നാത്ത? വയറുള്ളത്. പക്ഷെ എനിക്ക് തിന്നപ്പോൾ വയറ് കത്തുന്നു. ഒന്നാമത് എനിക്ക് വയറിന് അസുഖം. എന്നിട്ട് ഇതിലൂടെ തിന്നിട്ട് ഇപ്പൊ കണ്ടിട്ട് എനിക്ക് പുളിക്കുന്നു. വിരിങ്ങല്ലേ? വൈകി കിടന്ന് കളിക്കും. പിന്നെ തൂറിയിടാം പുളിയൊക്കെ ഡെയിലി. ഇല്ലേ ഇയാളൊരു കാർട്ടൂൺ കാണുമോ? എന്തുവാ മറ്റേ സംഭവം? അതല്ല, ഒരു കാർട്ടൂണിനകത്തേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പം എപ്പോഴും വൈറലാവുന്നതാ. ഒരു കൊച്ച് ജനിക്കുമ്പോൾ ആ കൊച്ച് ഇടുന്നതെല്ലാം ഇടുന്നതെല്ലാം ഗോൾഡ്, ഡയമണ്ട്, അങ്ങനെ. അതുപോലെ ഇയാളിത് തിന്നു കഴിഞ്ഞാൽ ഇയാൾ തൂറുന്നല്ല ഇതായിരിക്കും. ഒരു ബിസിനസ് കാണണം പുളി വെച്ചിട്ട്. ഇത് വെച്ച് കുറച്ച് ലേഹ്യം ഉണ്ടാക്കിയാലോ? അറിയോ? ഈ പുളി വെച്ചോ മറ്റേ പുളി വെച്ചോണ്ടായിരുന്നു. ഏത് പുളി? അല്ല, പച്ചപ്പുളി വെച്ചാണോ? അതെനിക്ക് അറിഞ്ഞാൽ ചിലപ്പോൾ ഉണങ്ങിയതായിരിക്കും. ഇത് ഉണക്കിയിട്ടായിരിക്കും വെക്കുന്നത്. കുറച്ച് ലേഹ്യം ഉണ്ടാക്കിയായിരുന്നു. വിൽക്കാനല്ല, തിന്നാൻ. വയറൊക്കെ കുറയും. കണ്ടോ, വയറൊക്കെ കുറയാൻ നല്ലതാ. എല്ലാവരെയും ശ്വാസം വിടണം. ശ്വാസം വിട്. ചത്തോടോ, ശ്വാസം വിട്. മസിൽ പിടിച്ചെന്ന് കഴിയുന്നു. അതടുത്ത് ശ്വാസം വിടറോ. തഗ്ഗടി അങ്ങ് തഗ്ഗടി ഓടുന്നുണ്ട്. ചേട്ടനൊരു സില്ലാടി തന്നെ. ഓക്കെ, ഇത് ഞാൻ കൊണ്ടുവരണോ? എനിക്കൊരു കൈ മതി ഇതിനൊക്കെ. അപ്പോൾ ഇനി കുറച്ച് നേരം ഞാനിവിടെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ്.
പോടോ. പിന്നെ തക്കാളി ഞാനിവിടെ നിൽക്കണോ ഇത്ര നേരം? പിന്നെ 1 മിനിറ്റ്. എത്ര വരെ എണ്ണണോ? 1 തൊട്ട് 100 വരെയാണ്. അതിനിടയ്ക്ക് വന്നിരിക്കും. നോക്കാം. 1 2 3 4 5 6 7 8 9 10 11. നമ്മുടെ തക്കാളി വെണ്ടയ്ക്കൊക്കെ ഇത്രയും പൊക്കം വരുമായിരുന്നു. ശരി, എൻ്റെ വീട്ടിൽ പണ്ട് വെണ്ടയ്ക്കയും ഒക്കെ ടെറസിൻ്റെ മുകളിലുണ്ടായിരുന്നു കൃഷി. അന്നേരം ശരി അത്രയും പൊക്കമൊക്കെ വരുമായിരുന്നു വെണ്ടയ്ക്ക. ഒരു ഉറുമ്പ് കയറും, അതാണ് പ്രശ്നം. നേരത്തെ ഇവിടെ ഫുള്ള് നമ്മൾ ചീരയായിരുന്നു നട്ടേക്കുന്നത്. ഇവിടെയെല്ലാം മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഫുള്ള് പോച്ച കയറി. ഇനിയിപ്പോൾ ഈ പോച്ചയൊക്കെ മാറ്റിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പുളി വീട്ടിൽ കൊണ്ടുപോയിട്ട് ഈ പുളിയെല്ലാം ഉണക്കിയപ്പോൾ ഒരു 2-3 സെറ്റ് പുളി ഉണക്കി വെച്ച്. അപ്പോൾ ഇനി വീട്ടിൽ ഈ പുളിയെല്ലാം കൊണ്ടുപോയി ഇതെല്ലാം പൊട്ടിച്ചിട്ട് അതിനകത്ത് ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ പൾപ്പെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇത് വെയിലത്ത് ഉണക്കണം. വെയിലത്ത് പുകയൊക്കെ കൊണ്ട് ഇത് ഉണക്കിയിട്ടാണ് നമ്മൾ തോട്ടുപുളി ഉണ്ടാക്കുന്നത്. ഈ തോട്ടുപുളി ഇട്ടിട്ടാണല്ലോ നമ്മൾ മീൻകറി വെക്കുന്നത്, തോട്ടുപുളി ഇട്ട മീൻകറി. പിന്നെ അത്രയുള്ള പരിപാടി. ഇനി അത് എല്ലാം ഉണക്കി റെഡിയാക്കണം. അപ്പോൾ അത്രയൊക്കെയുള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടികൾ, ഇന്നത്തെ വ്ളോഗ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ. എനിക്കിത് തിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വിശപ്പും വയറിന് അതൊരു കയറ്റമൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ നോക്കാം, കോച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ഞാനിരിക്കുമല്ലോ ഞാൻ. പിന്നെ എണ്ണി നിൽക്കാൻ ഇയാൾ ആരാ? ഞാൻ മൈൻഡ് പോലും ചെയ്തില്ല. പിന്നെ ഇല്ല, തെർമോക്കോളുണ്ടല്ലോ ഏണിയല്ലയോ ഇത്. 30 കിലോ പൊക്കാൻ വലിയ പാടാണ്. പൊക്കാം. ഷുവർ പൊക്കാം. ഷുവർ. ചെക്ക്. പൊക്കിക്കോ. എന്നാ ഓക്കേ. ഒടിഞ്ഞ തല വീടല്ലേ, ഒറ്റക്കെ വെച്ച് വെക്ക്. പൊക്ക് 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 പൊക്ക്. പൊക്ക് പൊക്ക 100 രൂപ. 100 രൂപ. ശക്തി. കൈയൊടിഞ്ഞ. അങ്ങനെ നമ്മുടെ വേട്ടാവളയിൽ വന്നതുകൊണ്ട് നമ്മളിനി ഈ പുളിയും കൂടെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകാണ്. അതോടുകൂടി നമ്മുടെ ഒരു വ്ളോഗ് കൂടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ പ്രോസസ്സൊക്കെ ഇത് പൊട്ടിക്കുക, അതിനകത്ത് സാധനം എടുത്ത് കളയുക, ഉണക്കുക, അത്രേ ഉള്ളൂ ഇനി പരിപാടി. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടികൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പുളി പൊട്ടിക്കൽ നോക്കാം നമുക്ക്. ഇയാളെ കണ്ടിട്ട് ഇപ്പോൾ കന്നാസും കടലാസിനകത്ത് കന്നാസിൻ്റെ കൂട്ടുണ്ട്. ചാകുമൊക്കെ ആയിട്ട് തോന്നുന്നു, ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണെന്ന് തോന്നുന്നു. സോ ഗൈസ്, നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ. ടാറ്റാ. ഓടിയൊന്നും വരാൻ പറ്റത്തില്ല, എനിക്ക് ശരി പയ്യനെയൊക്കെ വരാൻ പറ്റത്തുള്ളൂ. പകലിലെ പോളം ഒരു നദി. ഈ റോഡിൽ എന്തോടോ പറയുന്നത്? കാട്ടുവഴി. ഇതാണ് കാട്ടുവഴി. இந்த காட்டு வழി தானே നമ്മ ഊർക്ക്. ഉച്ചയുടെ നടത്തം കണ്ടോ? ക്യാറ്റ് വാക്ക് പോലെ പാട്ടും പാടി പോകുന്നു. അങ്ങോട്ട് പോകുന്ന റോഡ് നല്ല ആക്കിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങോട്ട് പോകുന്ന റോഡ് കൊള്ളത്തില്ല.
ഇതോ റോഡ് രണ്ടുപേരും കൂടി ഇത് കൃഷികർമ്മത്തിന്റെ ending ആണോ? Starting ആണോ? എൻഡിങ് സ്റ്റാർട്ടിങ്. നിങ്ങൾ എത്രാമത്തെ വാർഡ്? ഞങ്ങള് വൈകുന്നു. ഉണ്ട്. വളരെ ശോചനീയം, ദയനീയം. അവിടെ പൊട്ടിക്കിടക്കുന്ന അറിയാവോ? അവിടെ ഈ റോഡ് പണിഞ്ഞിട്ടെ ടാർ ചെയ്തു, വർഷങ്ങളോട് കാലത്തിന് ടാർ ചെയ്തു. ടാർ ചെയ്ത് ഒരാഴ്ച ചെയ്തപ്പോ ഈ വാട്ടർ അതോറിറ്റി പൊട്ടിച്ച്. ഇത്ര നീറ്റ് എത്തി വീടെത്തി.